റിയലിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സ് എന്ന് പറഞ്ഞ നമ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു? സ്ക്വയർ നമ്പേഴ്സ് ഡിസ്കസ് ചെയ്തായിരുന്നു, പ്രോപ്പർട്ടീസ് ഓഫ് സ്ക്വയർ നമ്പേഴ്സ് ഡിസ്കസ് ചെയ്തായിരുന്നു, സ്ക്വയർ റൂട്ട്സ് ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ. സ്ക്വയർ റൂട്ട്സിന് നമുക്ക് മെത്തേഡ് പറഞ്ഞായിരുന്നു, രണ്ട് മെത്തേഡ് പറഞ്ഞു, മൂന്ന് മെത്തേഡാണ് ഞാൻ മൊത്തത്തിൽ പറഞ്ഞത്. അതിനകത്ത് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ പറഞ്ഞു, പ്രൈം ഫാക്ടറൈസേഷൻ പറഞ്ഞു, ലോങ് ഡിവിഷൻ മെത്തേഡ് പറഞ്ഞു. അതിനെ കുറിച്ച് രണ്ട് മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഏതൊക്കെയാണ് ആ രണ്ട് മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത മെത്തേഡ്സ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ഡിസ്കസ് ചെയ്തായിരുന്നു. രണ്ടാമത്തേത് പ്രൈം ഫാക്ടറൈസേഷൻ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ. അപ്പൊ ഇനി പ്രൈം ഫാക്ടറൈസേഷൻ ഡിസ്കസ് ചെയ്താൽ എങ്ങനെയാണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഇവിടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഫോർ ഈച്ച് ഓഫ് ദി ഫോളോയിങ് ഫൈൻഡ് ദി സ്മോളസ്റ്റ് ഹോൾ നമ്പർ by which it should be multiplied so as to get a perfect square. Also find the square root of the square number so obtained. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണോ ഏറ്റവും ചെറിയ നമ്പർ, അതായത് ഏറ്റവും ചെറിയ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണോ ആ നമ്പർ എന്താവുന്നത്, പെർഫെക്റ്റ് സ്ക്വയർ ആവുന്നത്. അങ്ങനെ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് ആ പെർഫെക്റ്റ് സ്ക്വയറിനെ കണ്ടുപിടിക്കണം, സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നത്, അപ്പൊ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ അല്ലെങ്കിൽ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലാണോ പെർഫെക്റ്റ് സ്ക്വയർ ആവുന്നത്, അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തന്നിരിക്കുന്ന നമ്പർ ഏതാണോ, അതായത് ഇവിടെ 252 ആണല്ലോ തന്നിരിക്കുന്നത്, ആ നമ്പറിനെ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. ഓക്കെ, പ്രൈം ഫാക്ടറൈസ് ചെയ്യാലോ. 252 പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 ആദ്യത്തെ 1 5 2 ടോട്ടല് 6 അല്ലേ, 126. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 63, 6 + 3 9. ഇപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും 21, വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും 7 എന്ന് കിട്ടും അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 252 എങ്ങനെ എഴുതാൻ പറ്റും? 252 = 2 × 2 × 3 × 3 × 7 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇതിന്റെ സ്ക്വയർ റൂട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സ്ക്വയർ റൂട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പ്രൈം ഫാക്ടറൈസേഷൻ വെച്ചിട്ട് പെയർ ചെയ്യണം അല്ലേ. പെയർ ചെയ്യാം, നമുക്ക് പെയർ ചെയ്ത് നമുക്ക് ഇവിടെ 7 നമുക്ക് പെയർ ചെയ്യാൻ പറ്റും, 7 നമുക്ക് പെയർ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതാണ്, ഏത് ചെറിയ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണോ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവുന്നത് അല്ലെ. അപ്പൊ നമുക്ക് 7ന്റെ പെയർ ആയിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരു 7 കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് നമുക്ക് 7 നമുക്ക് പെയർ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഏത് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ആവുന്നത്? ഇവിടെ സിംഗിൾ ആയിട്ട് ഏതൊക്കെ നമ്പർ നിൽക്കുന്നുണ്ടോ ആ നമ്പർ കൊണ്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ. അപ്പൊ ഇവിടെ 7 മാത്രമേ ഉള്ളൂ സിംഗിൾ ആയിട്ട് നിൽക്കുന്നത്, പെയർ ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഏതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത്? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പൊ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? അപ്പൊ എന്ത് ചെയ്യണം, 7 should be multiplied with ഏതാണ് 252 so as to get a perfect square. അങ്ങനെ 7 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏത് നമ്പറാണ് നമുക്ക് കിട്ടുന്നത്? 252 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ഫൈൻഡ് ദി സ്ക്വയർ റൂട്ട് ഓഫ് സ്ക്വയർ നമ്പർ സോ ഒബ്റ്റെയിൻഡ് അല്ലേ. അപ്പം ആ പുതിയ നമ്പർ ഏതാണ് നമുക്ക് കണ്ടുപിടിക്കണം. പുതിയ നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിച്ചേക്കുന്നത്? നമുക്ക് ഏതാണ് ഈ 252 നമുക്ക് ഏതാണ് മൾട്ടിപ്ലൈ ആണോ 7 ആണ് മൾട്ടിപ്ലൈ ആണോ അല്ലേ. അപ്പൊ പുതിയ നമ്പർ ഏതാണ് കിട്ടുന്നത്? 252 into 7 ചെയ്യുക. 250 into 7 ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ 250 into 7 7 into 14 1 7 into 5 35 plus 1 36 3 7 into 14 plus 3 എത്രയാണ്? 17 കിട്ടും അല്ലേ. അപ്പൊ എത്രയാണ്? 17 64 എന്ന് കിട്ടും. കിട്ടത്തില്ലേ? ഇനി എന്ത് ചെയ്യണം, സ്ക്വയർ റൂട്ട് ഓഫ് ന്യൂ നമ്പർ അല്ലെ. സ്ക്വയർ റൂട്ട് ഓഫ് ദി ന്യൂ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതായത് അതിന്റെ മീനിങ് എന്താണ്? പുതിയ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നതാണ് 1764ന്റെ സ്ക്വയർ റൂട്ട് അല്ലെ. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? റൂട്ട് ഓഫ് അല്ലെ. എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? നിങ്ങൾക്ക് നമുക്കിന്റെ പ്രൈം ഫാക്ടറൈസ് ചെയ്യണോ? നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം, അല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളിവിടെ 252 പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ടുണ്ട് അല്ലെ. നമുക്ക് 1764 എങ്ങനെയാണ് കിട്ടിയത്? 252 എന്ത് കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 7 കൂടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് അല്ലെ. അപ്പൊ നമുക്ക് ഈ 252 പ്രൈം ഫാക്ടറൈസേഷൻ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഇതിനെ 252 into എത്രയെന്ന് എഴുതാൻ പറ്റും? 7 എന്ന് എഴുതാൻ പറ്റും. 1764 നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, കാരണം നമുക്ക് 252ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ അറിയാം, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് 252 into 7 എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പറഞ്ഞു ഈ 252 നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തുകൂടെ എങ്ങനെ ചെയ്ത് എഴുതാൻ പറ്റും? 2 into 2 into 3 into 3 into 7. അപ്പൊ 252ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ കഴിഞ്ഞില്ലേ. 252
മാത്രമേ ഉള്ളൂ, ഇല്ല ബാക്കി എന്ത് കൂടെ ഉണ്ട്, ഇൻറ്റു 7 കൂടെ ഉണ്ട് അല്ലേ. അപ്പൊ സ്ക്വയർ റൂട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, നിങ്ങൾക്ക് അറിയാലോ പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി, പെയർ ചെയ്താൽ മതി അല്ലേ. ഇത് പെയർ ചെയ്തു ഇവിടെ 2 പെയർ ചെയ്ത പോലെ എഴുതാം, ഒരു 2 എഴുതാം. ഇവിടെ നിന്ന് 3 പെയർ ചെയ്ത് 3 എഴുതാം. ഇവിടെ നിന്ന് 7 പെയർ എഴുതാം 7 എഴുതാം. എത്രയാണ് 2 × 3 6, 6 × 7 എത്രയാണ് ആൻസർ 42 എന്ന് കിട്ടും. നമുക്ക് നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. ഫോർ ഈച്ച് ഓഫ് ദി ഫോളോയിങ് ഫൈൻഡ് ദി സ്മോളസ്റ്റ് ഹോൾ നമ്പർ by which it should be multiplied so as to get a perfect square. Also find the square root of the number. So okay അല്ലേ. ഇപ്പൊ ഫസ്റ്റ് ഏതാണ് ക്വസ്റ്റ്യൻ ഏതാണ്, 1000 ആണ്. അപ്പൊ 1000 എന്ത് ചെയ്യണം, നിങ്ങൾ അതിനെ പ്രൈ ഫാക്ടറൈസ് ചെയ്യണം അല്ലേ. പ്രൈ ഫാക്ടറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, 1000 പ്രൈ ഫാക്ടറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, 1000 അല്ലേ. ഫസ്റ്റ് ഏതാണ് 2, പിന്നെ എത്രയായിട്ടും 500, 2 എത്രയായിട്ടും 225 സോറി 250 അല്ലേ. വീണ്ടും 2 എത്രയായിട്ടും 125 വീണ്ടും എത്രയായിട്ടും. അപ്പൊ ഇവിടെ നിന്ന് 5 നമുക്ക് കിട്ടും. 125 5 5. ഓക്കെ. അപ്പൊ 1000 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 1000 ഈക്വൽ ടു 2 × 2 × 2 × 5 × 5 × 5 അല്ലേ. 5 × 5 × 5. ഓക്കെ. നമുക്ക് എന്ത് ചെയ്യണം, പെയർ ചെയ്യണം അല്ലേ. ഇവിടെ പെയർ ചെയ്ത് ഇവിടെ 2 പെയർ ചെയ്യാനുണ്ടോ, ഇല്ല ഇവിടെ 5 പെയർ ചെയ്ത് അല്ലേ. പിന്നെ നമുക്ക് ഏതൊക്കെയാണ് സിമ്പിൾ ആയിട്ട് വന്നേക്കുന്നത്, നമുക്ക് പെയർ ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ് ഏതാണ്, 2 അല്ലേ 5 അല്ലെ. ഇനി മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ അതായത് 1000 എത്ര മൾട്ടിപ്ലൈ ചെയ്താലാണ് പെർഫെക്റ്റ് സ്ക്വയർ ആവുന്നത് അല്ലെ. അപ്പൊ അതിന് പ്രൈ ഫാക്ടറൈസ് ചെയ്താൽ നോക്കണം. അതിനകത്തുനിന്ന് സിംഗിൾ ആയിട്ട് വരുന്നത്, അതായത് പേര് ചെയ്യാൻ പറ്റാത്ത ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട് നോക്കണം അല്ലെ. അപ്പൊ ഇനി ഇതിന്റെ 2 കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പേര് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 2 കൂടെ വന്നാലും പേര് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പൊ ഏതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ടുള്ളത്, ഇവിടെ 2 ഉണ്ട്, പിന്നെ ഏതുകൊണ്ട് ഒരു 5 ഉണ്ട് അല്ലെ. അപ്പൊ 2 × 5 അല്ലെ ഇക്വൽ എത്രയാണ് 10 അല്ലെ. അപ്പൊ 10 ആണ് ഇതിന്റെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ 2 പെയർ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 5 പെയർ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അതായത് സിമ്പിൾ ആയിട്ടുള്ള നമ്പേഴ്സ് നോക്കുക, ആ നമ്പേഴ്സ് എന്ത് ചെയ്യണം, നമുക്ക് പെയർ ആക്കാൻ വേണ്ടി എങ്ങനെ പെയർ ചെയ്യാൻ പറ്റുമോ നിങ്ങൾ എന്ത് ചെയ്യണം, ചിന്തിക്കണം. അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. അപ്പൊ ഏതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ 10 അല്ലേ. ബട്ട് 10 ഷുഡ് ബി എന്ത് ചെയ്യണം, multiplied with ഏതാണ് 1000 അല്ലേ. സോ as to obtain perfect square. ഇനി ക്വസ്റ്റ്യൻ നോക്കി, നമുക്ക് 10 കൊണ്ടാണ് നമുക്ക് മൾട്ടിപ്ലൈ പറ്റിയത് അല്ലേ. ഇനി 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഏത് നമ്പർ കിട്ടുമെന്ന് നോക്കണം അല്ലെ. അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം അല്ലേ. ഇപ്പൊ 1000 × എത്രയാണ് 10, എത്രയാണ് കിട്ടും, പുതിയ നമ്പർ ഏതാണ്, ന്യൂ നമ്പർ ഏതാണ്, ന്യൂ നമ്പർ ഈക്വൽ ടു എന്താണ്, നമുക്ക് ഏത് നമ്പറാണ് കിട്ടിയത്, നമുക്ക് 1000 ആണ് കിട്ടിയത്. നമുക്ക് അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം അല്ലെ. പുതിയ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആ മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷമുള്ള അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. അതിന് ചെയ്യണം, അത് നമുക്കുള്ള നമ്പർ ഏതാണ് 1000. 1000 എത്ര മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് പെർഫെക്റ്റ് സ്ക്വയർ ആവുമെന്ന് പറഞ്ഞേക്കുന്നത്, 10 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് പെർഫെക്റ്റ് സ്ക്വയർ ആവുമെന്ന് പറഞ്ഞാൽ അപ്പൊ ചെയ്യണം 1000 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എളുപ്പമാണ്. 1 × എത്ര 0 4 അല്ലെ. അപ്പൊ ഇത് ചെയ്യണം, സ്ക്വയർ റൂട്ട് ഓഫ് ദി അതിന്റെ ഈ നമ്പർ അല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഈ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത് അല്ലെ. സ്ക്വയർ റൂട്ട് ഓഫ് ന്യൂ നമ്പർ എങ്ങനെ എഴുതാൻ പറ്റും, സ്ക്വയർ റൂട്ട് ഓഫ് ന്യൂ നമ്പർ ഈക്വൽ ടു ഇതിന്റെ സ്ക്വയർ റൂട്ട് അല്ലെ, സ്ക്വയർ റൂട്ട് ഓഫ് 10,000 അല്ലെ. എങ്ങനെ ചെയ്യാൻ പറ്റും, സ്ക്വയർ റൂട്ട് ഓഫ് 10,000 എങ്ങനെയാണ് ചെയ്യുന്നത്, നമുക്കറിയാം. സ്ക്വയർ റൂട്ട് ഓഫ് 10,000 നമ്മൾ എങ്ങനെയാണ് എഴുതിയത്, 1000 × 10 അല്ലെ, 1000 × 10. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യണം, കാരണം നമുക്ക് 1000ന്റെ എന്താ അറിയാൻ പറ്റും, പ്രൈ ഫാക്ടറൈസേഷൻ അറിയാം. പറഞ്ഞേ 2 × 2 × 2 × 5 × 5 × 5 ഇൻറ്റു എത്രയാണ് 10. 10നെ നിങ്ങൾ പ്രൈ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും, 2 5 അല്ലെ, ഇൻറ്റു 2 × 5. അപ്പൊ പ്രൈ ഫാക്ടറൈസ് എന്ത് ചെയ്യണം, പെയർ ചെയ്യണം. 2 × 2 പെയർ ചെയ്യാം, 5 × 5 പെയർ ചെയ്യാം, ഈ 2 ഈ 2 കൂടെ പെയർ ചെയ്യാം, പിന്നെ ഈ 5 ഈ 5 കൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പെയർ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഇങ്ങനെ പെയർ ചെയ്യുമ്പോൾ ഇനി എന്ത് ചെയ്യണം, അതിൽ നിന്ന് പെയർ ചെയ്യുന്ന ഓരോന്നെടുത്ത് എഴുതുക. ഇപ്പൊ എത്രയാണ് ഇവിടെ 2 എന്ന് കിട്ടും. അടുത്ത എത്രയാണ് ഈ 2, ഈ 2 2 ഒരു 2 എഴുതാൻ പറ്റും. ഇവിടെ ഒരു 5 എഴുതാൻ പറ്റും അല്ലെ. പിന്നെ എന്ത് ചെയ്യും, ഈ 2 പേരിങ് ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് 5 എഴുതാൻ പറ്റും. എത്രയാണ് ആൻസർ, 2 × 4 4 × 5 എത്രയാണ് 20 20 × 5 എത്രയാണ് 100. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കാൻ. നേരത്തെ ക്വസ്റ്റ്യൻ അല്ല, ക്വസ്റ്റ്യൻ എന്താണ്, ഫോർ ഈച്ച് ഓഫ് ദി ഫോളോയിങ് ഫൈൻഡ് ദി സ്മോളസ്റ്റ് ഹോൾ നമ്പർ by which it should be divided. നേരത്തെ മൾട്ടിപ്ലൈഡ് ആയിരുന്നു അല്ലെ. എന്താണ് it should be divided so as to get a perfect square അല്ലെ.
ഓൾസോ ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ സ്ക്വയർ നമ്പർ സോ ഒബ്റ്റെയിൻ അല്ലെ. ഇവിടെ ശ്രദ്ധിച്ചോളാണ് ഡിവിഷൻ ആണ് ചോദിച്ചേക്കുന്നത് അല്ലെ. ഞാൻ പറഞ്ഞു മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നാലും ഡിവിഷൻ ആയിരുന്നാലും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് കിട്ടുന്ന നമ്പറിനെ എന്ത് ചെയ്യണം, പ്രൈം ഫാക്ടറൈസ് ചെയ്യണം അല്ലെ. കിട്ടുന്ന നമ്പറിനെ എങ്ങനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും പറഞ്ഞേ. 2880 ഞാൻ പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. എങ്ങനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും പറഞ്ഞേ. 2 അല്ലെ, ബാക്കി എത്രയാണ് 1 4 4 0 വീണ്ടും 2 7 20 വീണ്ടും 2 3 6 0 വീണ്ടും 2 190 2 90 2 45 5 9 3 3 പറഞ്ഞേ. 2880 equal to പറഞ്ഞേ 2 into 2 into 2 into 2 into 4 6 എത്രയാണ് into 5 into 3 into 3. ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ 6 ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, പുതിയൊരു നമ്പർ കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ പുതിയ നമ്പർ വരാത്തതുകൊണ്ട് മാറിയാണ് ചെയ്യുന്നത് അല്ലേ. അതായത് പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ അതിനെ 2 into 3 into 3 എന്ന് വരും. ഓക്കെ, ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ്, 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീനിങ്, അതായത് 6നെ 2 into 3 divided by 3 അല്ലെ. അതായത് നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, ഇവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞേക്കുന്നത്, ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലെ. അപ്പൊ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഏത് നമ്പർ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അല്ലെ, നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത് ഏത് നമ്പർ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഏത് നമ്പറാണ് ഒഴിവാക്കേണ്ടത്, ഒഴിവാക്കേണ്ട നമ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇതിനെ പേര് ചെയ്യണം. അപ്പൊ പേര് ചെയ്യാതെ ഏതൊക്കെ നമ്പർ നിൽപ്പുണ്ടോ ആ നമ്പറിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, 2880 ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്തെന്ന് കിട്ടും, പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുമെന്ന് പറയാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ പേര് ചെയ്യണം. പേര് ചെയ്തിട്ട് ഇതിന് ഒഴിവാക്കേണ്ടത് ഏതാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കണം. അപ്പൊ നമുക്ക് പേര് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് 2നെ പേര് ചെയ്യാൻ പറ്റും, ഇവിടെ പ്രശ്നമില്ല. അപ്പൊ നമുക്ക് ഈ 2നെ ഒഴിവാക്കണ്ട, ഇവിടെ പേര് ചെയ്യണം, ഇവിടെ പേര് ചെയ്യണം. ഇവിടെ നമുക്ക് പേര് ചെയ്യാൻ പറ്റുമോ, 5ന് പേര് ചെയ്യാൻ പറ്റത്തില്ല, 3ന് 3 into 3 ആയിട്ട് നമുക്ക് അതിനെ ചെയ്യാൻ പറ്റും, പേര് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്ക് ഏതാണ് ഇതിനകത്ത് പേര് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നത്, 5ആണ് പേര് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നത് അല്ലെ. അപ്പൊ ഈ 5നെ ഒഴിവാക്കി കഴിഞ്ഞാൽ, ഒഴിവാക്കുക എന്ന് മീൻസ് എന്താണ്, ഡിവൈഡ് ചെയ്യുക. 2880 5 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 ക്യാൻസൽ ആവത്തില്ലേ, അതാണ് ഞാൻ പറഞ്ഞത് ഒഴിവാക്കിയതെന്ന് പറഞ്ഞത്. അപ്പൊ ഈ 5നെ നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവും അല്ലെ. അപ്പൊ ഏത് നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാനുള്ളത്, 5 കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിവൈഡ് ചെയ്യാനുള്ളത്. അതായത് നമുക്ക് നേരത്തെ അതേപോലെയാണ് ചെയ്യുന്നത്. ഏത് കൊണ്ടാണ്, അതായത് ഇവിടെ പേര് ചെയ്യാൻ നിൽക്കുന്ന ഏത് നമ്പർ ആണോ ആ നമ്പർ കൊണ്ടാണ് എന്ത് ചെയ്യാനുള്ളത്, ഡിവൈഡ് ചെയ്യാനുള്ളത്. പറഞ്ഞ മനസ്സിലായോ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത്, therefore 2880 should be divided by ഏതാണ് 5 അല്ലേ. നമുക്ക് ഒഴിവാക്കുന്ന പേര് ചെയ്യാൻ നിൽക്കുന്ന 5 അല്ലേ. So as to obtain a perfect square. ഇനി എന്ത് ചെയ്യണം, നമുക്ക് പുതിയ നമ്പർ കണ്ടുപിടിക്കണം അല്ലെ. നമുക്ക് നേരത്തെ പോലെ തന്നെ നമുക്ക് അങ്ങനെ ഈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തതിനു ശേഷം കിട്ടുന്ന നമ്പറിന്റെ സ്ക്വയർ റൂട്ട് നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പൊ 5ന്റെ ആദ്യം എന്ത് ചെയ്യണം, ഈ നമ്പറിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, നമുക്ക് ഏതുകൊണ്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്തത് ആ ഡിവൈഡ് ചെയ്ത നമ്പർ എഴുതാം അല്ലെ. ന്യൂ നമ്പർ നമുക്ക് എഴുതാം. ന്യൂ നമ്പർ എങ്ങനെ എഴുതാൻ പറ്റും പറഞ്ഞേ, ഈക്വൽ ടു 2880 ഡിവൈഡഡ് ബൈ എത്ര കിട്ടും, 5 എന്ന് കിട്ടും. 2880 ഡിവൈഡഡ് ബൈ 5 എത്രയാണ് ചെയ്ത് നോക്കാം, എത്രയാണ് 2880 ഡിവൈഡഡ് ബൈ 5 പറഞ്ഞേ എത്രയായിട്ട് ആൻസർ, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 25 അല്ലേ. അപ്പൊ ബാക്കി 25 ബാക്കി എത്രയാണ് 38 കിട്ടും. ബാക്കി എത്രയാണ് 7 കിട്ടും. ബാക്കി എത്രയാണ് 38 എത്രയാണ് 35 ബാക്കി 30 ബാക്കി എത്രയാണ് 6 കിട്ടും. 30 എത്രയാണ് 0 കിട്ടും അല്ലെ. അപ്പൊ ഏതാണ് 576 അല്ലെ. ഇനി എന്താണ് ചെയ്യേണ്ടത്, സ്ക്വയർ റൂട്ട് ഓഫ് ന്യൂ നമ്പർ അല്ലെ. സ്ക്വയർ റൂട്ട് ഓഫ് ന്യൂ നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. 576 ആണ് അല്ലെ. നമ്മൾ എന്താണ് ചെയ്തത്, ഞാൻ പറഞ്ഞു നമ്മളിവിടെ അതായത് ഞാൻ ഡിവൈഡ് ചെയ്തപ്പോൾ എന്ത് ചെയ്ത് പേര് ചെയ്യാൻ നിന്നത് ഒഴിവാക്കി. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ നമ്പറിന്റെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്യുന്നു. നമ്മളിവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തല്ലേ. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത നമ്പർ, നമ്മൾ ഒറിജിനൽ നമ്പർ ഉണ്ടല്ലോ, ഒറിജിനൽ നമ്പർ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഏതാണോ ഡിവൈഡ് ചെയ്തത്, നമ്മൾ ഏതാണ് ഇവിടെ ഡിവൈഡ് ചെയ്തത് 5.
അപ്പൊ 5 ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള നമ്പർ അതേ കണക്കിന് എഴുതണം. അപ്പൊ 5 ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള എഴുതാൻ വേണ്ടി എഴുതാൻ പറ്റും 2 into 2 into 2 into 2 into അടുത്ത എത്രയാണ് കിട്ടും 2 into 2 into എത്രയാണ് കിട്ടും 3 into 3 കിട്ടും അല്ലേ. അപ്പൊ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് നമ്മൾ ഇത് പെയർ ചെയ്യാം അല്ലേ, പെയർ ചെയ്യാം. അപ്പൊ പെയർ ചെയ്ത് 2 എഴുതി, അടുത്ത പെയർ ചെയ്ത് 2 എഴുതി, അടുത്ത പെയർ ചെയ്ത് 2 എഴുതി, അടുത്ത പെയർ ചെയ്ത് 3 എഴുതി. എത്രയാണ് കിട്ടും 2 into 4 4 into 8 8 into 3 24. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 9408. ഓക്കെ, എങ്ങനെയാണ് ചെയ്തത് നോക്കാം. ഫസ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ, ഇത് തന്നെയാണ് നേരത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് സ്മോളസ്റ്റ് ഹോൾ നമ്പർ by which it should be divided so as to get a perfect square. Also find the square root of the square number so obtain. അല്ലേ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യും അല്ലേ. 9408 ഇതിനെ എന്ത് ചെയ്യണം, പ്രൈം ഫാക്ടറൈസ് ചെയ്യും. 2 കൊണ്ട് പ്രൈം നോക്കാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും പറഞ്ഞു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 9 ആണെങ്കിൽ 4 അല്ലേ, ബാക്കി 14 ആണെങ്കിൽ 7, ബാക്കി 0, ബാക്കി എത്ര കിട്ടും 4 എന്ന് കിട്ടും അല്ലേ. സോറി 4 എന്ന് കിട്ടും. ഇനി രണ്ട് വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, എത്ര കിട്ടും 2, ബാക്കി എത്ര കിട്ടും 3, ബാക്കി എത്ര കിട്ടും 10, 5, ബാക്കി എത്ര കിട്ടും 2 എന്ന് കിട്ടും അല്ലെ. വീണ്ടും നമുക്ക് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും 1 അല്ലെ. 3 ആണെങ്കിൽ 1 തന്നെയാണ്, ബാക്കി എത്ര കിട്ടും, ബാക്കി 15 ആണെങ്കിൽ 7, ഓക്കെ 12 ആണെങ്കിൽ എത്ര കിട്ടും 6 എന്ന് കിട്ടും. വീണ്ടും എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 11 ആണെങ്കിൽ 5, ബാക്കി 17 ആണെങ്കിൽ 8, ബാക്കി 16 ആണെങ്കിൽ 8. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു 9, എത്ര കിട്ടും 4 എന്ന് കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു 1, അടുത്ത എത്ര കിട്ടും 4, അടുത്ത 7 കിട്ടും അല്ലേ. സോറി 14 7 കിട്ടും. അടുത്ത എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലേ. 7 + 4 + 1 12 ആണ്. അപ്പൊ എത്ര കിട്ടും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും 4 എന്ന് കിട്ടും. ഓക്കെ, ബാക്കി 27 9 എന്ന് കിട്ടും, ബാക്കി 7 എന്ന് കിട്ടും അല്ലേ. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും, എനിക്ക് പറഞ്ഞു 2 into 2 into 2 into 2 എത്ര ഉണ്ട് 4 6 അല്ലേ, into 2 into 3 into 7 into 7. എന്ത് ചെയ്യണം, പെയർ ചെയ്യണം അല്ലേ. പെയർ ചെയ്തു, ഇവിടെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റിയില്ല, ഇവിടെ പെയർ ചെയ്തു. ഞാൻ പറഞ്ഞു ഏതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ നോക്കാം, നമുക്ക് ഏത് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഇതിലൊരു പെർഫെക്റ്റ് സ്ക്വയർ, അതായത് എല്ലാം പെയ്ഡ് ആയിട്ട് കിട്ടുമെന്ന് നോക്കണം അല്ലെ. ഏത് ഒഴിവാക്കി കഴിഞ്ഞാലാണ് എല്ലാ നമ്പറും പെയ്ഡ് ആയിട്ട് കിട്ടുന്നത്. 3 ഒഴിവാക്കി കഴിയുമ്പോഴേ എല്ലാം പെയ്ഡ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഏതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യാനായിട്ടുള്ളത്, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 9480 should be divided by 3 so as to obtain a perfect square. ഇനി നോക്കി, ഇനി നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ന്യൂ നമ്പർ ഏതാണെന്ന് നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ന്യൂ നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഈ 9408 നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എത്രയാണ് കിട്ടും, 9408 3 കിട്ടും 9, ബാക്കി 0 4 ൽ എത്ര കിട്ടും 1 3, ബാക്കി 10 3, ബാക്കി എത്ര കിട്ടും 9, ബാക്കി എത്ര കിട്ടും 18, ബാക്കി എത്ര കിട്ടും 6 18, ബാക്കി എത്ര കിട്ടും 0 അല്ലേ. അപ്പൊ ന്യൂ നമ്പർ ഏതാണ്, 3136 അല്ലേ. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് ന്യൂ നമ്പർ എത്രയാണ്, equal to root of 3136. ഞാൻ എന്താണ് ചെയ്യാൻ പറഞ്ഞിരുന്നത്, ഡിവൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് ഇത് ചെയ്താൽ എളുപ്പമാണ്. നമുക്ക് ഒറിജിനൽ നമ്പർ ഏത് എലിമിനേറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് 3136 കിട്ടിയത്. 3 എലിമിനേറ്റ് ചെയ്തപ്പോൾ അല്ലെ, എലിമിനേറ്റ് ചെയ്യുമ്പോൾ 3 എടുത്ത് കളഞ്ഞു അല്ലെ, 3 ഡിവൈഡ് ചെയ്തപ്പോൾ അല്ലെ. അപ്പൊ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ഇതിനകത്ത് കാണോ ഇല്ല. ഒറിജിനൽ നമ്പറിന്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ നമ്മൾ ഏത് നമ്പറാണോ ഡിവൈഡ് ചെയ്തത് അത് ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ബാക്കിയുള്ളത് അതേ കണക്കെടുത്ത് എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ എന്ത് ചെയ്യും, പ്രൈം ഫാക്ടറൈസേഷൻ കിട്ടും അല്ലെ. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും, 2 into 2 into പറഞ്ഞേ 2 into 2 into 2 into 2 into 7 into 7 ഇത്രയും കിട്ടും. ഇതിന് നമ്മൾ പെയർ ചെയ്യുക, 2 എടുക്കാം, അടുത്ത പെയർ ചെയ്ത് 2 എടുക്കാം, അടുത്ത പെയർ ചെയ്ത് 2 എടുക്കാം, അടുത്ത പെയർ ചെയ്ത് 7 എടുക്കാം. എത്രയാണ് കിട്ടും, 2 into 2 4 4 into 8 8 into 7 എത്രയാണ് ആൻസർ 56 എന്ന് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടുത്ത സെക്ഷൻ ആണ് പൈതഗോറിയൻ ട്രിപ്ലെറ്റ്. എന്താണ് പൈതഗോറിയൻ ട്രിപ്ലെറ്റ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞിട്ട്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞിട്ട്? 7th ഞങ്ങൾ പഠിച്ചതാണ് അല്ലെ. നമ്മുടെ ഒരു റൈറ്റ് ട്രയാംഗിൾ അല്ലെ, റൈറ്റ് ട്രയാംഗിൾ എടുത്ത് റൈറ്റ് ട്രയാംഗിൾ നമ്മൾ എന്ത് ചെയ്യും, റൈറ്റ് ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയി കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് റൈറ്റ് ട്രയാംഗിൾ എന്ന് പറയുന്നത്
കാണും അല്ലെ. ഇപ്പൊ എ ബി സി എന്ന് പറഞ്ഞിരുന്നത് അല്ലെ. നമ്മൾ ഇതിന്റെ ബേസ് എന്ന് പറയും, ഇത് നമ്മൾ വോൾട്ടിറ്റ്യൂഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയും അല്ലെ. നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഹൈപ്പോട്യൂസ് സ്ക്വയർ ഈക്വൽ ടു എന്തെന്ന് പഠിച്ചിട്ടുണ്ട്, ബേസ് സ്ക്വയർ പ്ലസ് എന്തെന്ന് പഠിച്ചിട്ടുണ്ട്, വോൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞിട്ട് നമ്മൾ 7th പഠിച്ചത്. അപ്പൊ നമ്മളിവിടെ പൈതഗോറൻ ട്രിപ്ലെറ്റ് പറയും അല്ലെ. നമ്മൾ എന്താണ് ഈ ട്രിപ്ലെറ്റ്? ഫസ്റ്റ് ഞാൻ പറയാം, ട്രിപ്ലെറ്റ് എന്താണ്. ട്രിപ്ലെറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ട്രൈൻ കേട്ടിട്ടുണ്ടോ? ട്രൈൻ, ബൈ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? മോണോ, ബൈ, ട്രൈൻ ഒക്കെ കേട്ടിട്ടുണ്ടോ? ഓക്കെ, നമ്മൾ ഇതൊക്കെ പറയാം. മോണോ എന്ന് പറഞ്ഞാൽ സിംഗിൾ, ഒരു കാര്യത്തിന് ഒന്ന്, ഏതെങ്കിലും കാര്യം ഒന്നേ ഉള്ളെങ്കിൽ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോണോ എന്ന് പറയുന്നത്. ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാണും? 2 എണ്ണം കാണും അല്ലെ. ട്രൈൻ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം കാണും? 3 എണ്ണം കാണും. അതായത് ട്രിപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ 3 നമ്പേഴ്സ് ആണ്. അതായത് പൈതഗോറൻ ട്രിപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ 3 നമ്പേഴ്സ് ആണ്. ഇവിടെ നോക്കി, ഇവിടെ 3 സൈഡ്സ് അല്ലേ, 3 സൈഡ്സ് ആണ് വരുന്നത് അല്ലെ. ശരിക്കും ഇത് 3 കാണും, ഓരോ നമ്പേഴ്സ് ആയിരിക്കും വരുന്നത് അല്ലെ. നമ്മുടെ ഈ എസിക്ക് ഒരു വാല്യൂ കാണുമല്ലോ, അതൊരു നമ്പർ ആയിരിക്കുമല്ലോ. എബിക്ക് ഒരു വാല്യൂ കാണും, അതൊരു നമ്പർ ആയിരിക്കുമല്ലോ. ബിസിക്ക് ഒരു വാല്യൂ ഒരു നമ്പർ കാണിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ ഇതൊന്നും ചിന്തിക്കണ്ട. പൈതഗോറൻ ട്രിപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ 3 നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, ആ 3 നമ്പേഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിലെ ഏറ്റവും വലിയ നമ്പറിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി ഏറ്റവും വലിയ നമ്പറിന്റെ സ്ക്വയർ എടുക്കുന്നു, പിന്നെ നീണ് ബാക്കി 2 നമ്പറിന്റെ സ്ക്വയറും എടുക്കുന്നു. ഓക്കെ, അങ്ങനെ എടുക്കുമ്പോൾ ഏറ്റവും വലിയ നമ്പറിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാക്കിയുള്ള 2 നമ്പറിന്റെ സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ആ വലിയ നമ്പറിന്റെ സ്ക്വയറിന് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പൈതഗോറൻ ട്രിപ്ലെറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കുന്നത് 3, 4, 5. ഞാൻ എന്താണ് പറഞ്ഞത്, 3ന്റെ സ്ക്വയർ എടുക്കും. അപ്പൊ 3 സ്ക്വയർ എങ്ങനെയാണ് എടുക്കുന്നത്, 3 into 3 അല്ലെ, എത്രയാണ് കിട്ടും 9. അടുത്ത എത്ര എടുക്കുന്നത്, 4 സ്ക്വയർ എടുക്കുന്നത് 4 into 4 എത്രയാണ് കിട്ടും 16 എന്ന് കിട്ടും. 5 സ്ക്വയർ എടുക്കുന്നത് എത്രയാണ് കിട്ടും 5 into 5 എത്രയാണ് കിട്ടും 25 എന്ന് കിട്ടും. കിട്ടുമല്ലോ. അപ്പൊ ഇതിലെ ഏറ്റവും വലിയ നമ്പർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3, 4, 5 ഏറ്റവും വലിയ നമ്പർ ഏതാണ് 5 അല്ലേ. 5ന്റെ സ്ക്വയർ എത്രയാണ് 25. ഓക്കെ, അത് എന്തിന് ഈക്വൽ ആയിരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പൈതഗോറൻ ട്രിപ്ലെറ്റ് ആണെങ്കിൽ എന്തിന് ഈക്വൽ ആയിരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. ചെറിയ 2 നമ്പേഴ്സും കൂടെ ആഡ് ചെയ്യും. ചെറിയ നമ്പർ 2 നമ്പേഴ്സ് ഏതൊക്കെയാണ്, 3 സ്ക്വയർ 4 സ്ക്വയർ കൂടെ ഞാൻ ആഡ് ചെയ്യും. 3 സ്ക്വയർ 4 സ്ക്വയർ കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടും 16 plus 9 എത്രയാണ് കിട്ടും 25 എന്ന് കിട്ടും. അത് ഏതിന് ഈക്വൽ ആണ്, വലിയ നമ്പറിന്റെ സ്ക്വയറിന് ഈക്വൽ ആണ് അല്ലെ. അപ്പൊ നോക്കി, ചെറിയ 2 നമ്പറിന്റെ സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ വലിയ നമ്പറിന് എന്താണ്, ഈക്വൽ ആണ്. അങ്ങനെയാണ് ഈ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് എത്ര എണ്ണം കാണും, 3 എണ്ണം കാണും. അതുകൊണ്ടാണ് ട്രിപ്ലെറ്റ് എന്ന് പറയുന്നത്. 3 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് പൈതഗോറൻ ട്രിപ്ലെറ്റ് എന്ന് പറയാൻ പറ്റും. 4 എണ്ണം എന്ന് പറയില്ല, അല്ലെങ്കിൽ 2 എണ്ണം പറയരുത്. അപ്പൊ 3 എണ്ണം വേണം. അപ്പൊ 3 എണ്ണം ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പൈതഗോറൻ ട്രിപ്ലെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പൈതഗോറൻ ട്രിപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്, പൈതഗോറൻ ട്രിപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ 3 നമ്പേഴ്സ് ആണ്. അതിലെ ഏറ്റവും വലിയ നമ്പറിന്റെ സ്ക്വയർ അല്ലെ, 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും, ബാക്കി 2 നമ്പറിന്റെ സ്ക്വയറിന്റെ എന്തിന് ഈക്വൽ ആയിരിക്കും, സമ്മിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പൈതഗോറൻ ട്രിപ്ലെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ പൈതഗോറൻ ട്രിപ്ലെറ്റ് വരയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാണ്, m എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ട്. ഓക്കെ, m എന്ന് പറഞ്ഞ നമ്പർ ഏത് നമ്പറും ആയിക്കോട്ടെ, m എന്ന് പറഞ്ഞ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ m എന്ന് പറഞ്ഞ നമ്പർ വെച്ച് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്ന പൈതഗോറൻ ട്രിപ്ലെറ്റ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് 2m, m square minus 1, m square plus 1. ഓക്കെ, ഏതൊക്കെയാണ് 2m, m square minus 1, m square plus 1. ഫോർ എക്സാമ്പിൾ നമുക്ക് m ന് എത്രയായിട്ട് എടുക്കാം, 2 ആയിട്ട് എടുക്കാം. 2 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കുകയും m ന് 2 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏത് നമ്പേഴ്സ് ഒക്കെയാണ് കിട്ടുന്നത്, ഫസ്റ്റ് ഏതൊക്കെയാണ് 2m. നമുക്ക് പൈതഗോറൻ ട്രിപ്ലെറ്റ് ഫോം ചെയ്യാൻ നോക്കാം. ഈ 3 നമ്പേഴ്സ് കണ്ടുപിടിച്ചിട്ട് അത് പൈതഗോറൻ ട്രിപ്ലെറ്റ് ഫോം ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് 2m എടുക്കുകയാണ്. അപ്പൊ 2 into 2 എന്ന് പറഞ്ഞാൽ എത്രയെന്ന് കിട്ടും, 4 എന്ന് കിട്ടും. കിട്ടൂലേ. അടുത്ത ഏതാണ് വേണ്ടത്, m square minus 1. m square എന്ന് പറഞ്ഞാൽ ഇവിടെ m ന്റെ വാല്യൂ എത്രയാണ് 2. 2 square minus 1. 2 square എന്ന് പറഞ്ഞാൽ എത്രയാണ് 4 minus 1 equal എത്രയാണ് കിട്ടും 3 അല്ലേ. m square plus 1 എത്രയാണ് കിട്ടും 2 square plus 1 എന്ന് കിട്ടും അല്ലേ. 2 square plus 1 എത്രയാണ് 4 plus 1 equal to 5. ഓക്കെ, നമുക്ക് കിട്ടിയ നമ്പേഴ്സ് ഏതൊക്കെയാണ് 3, 4, 5. നമ്മൾ ഇവിടെ ചെക്ക് ചെയ്ത നമ്പേഴ്സ് നമുക്ക് ഇവിടെ കിട്ടിയല്ലേ m 2 എടുത്തപ്പോൾ. ഓക്കെ, അപ്പൊ ഇത് 3 എന്താണ് പൈതഗോറൻ ട്രിപ്ലെറ്റ് ഫോം ചെയ്യുന്നില്ലേ. ഓക്കെ, അപ്പൊ m എന്ന് പറഞ്ഞ ഒരു നമ്പർ ഉണ്ടെങ്കിൽ അതിനകത്ത് പൈതഗോറൻ ട്രിപ്ലെറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയായിരിക്കും, ആ m എന്ന് പറഞ്ഞ നമ്പറിൽ നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്ന പൈതഗോറൻ ട്രിപ്ലെറ്റ്സ് ഏതൊക്കെയായിരിക്കും, 2m ആയിരിക്കും, m square minus 1 ആയിരിക്കും, m square plus 1 ആയിരിക്കും. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യണേ, ഏതൊക്കെയായിരിക്കും 2m ആയിരിക്കും, m square minus 1 ആയിരിക്കും, m square plus 1 ആയിരിക്കും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പൈതഗോറൻ ട്രിപ്ലെറ്റില് ആദ്യം നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു നമ്പർ തന്നിരിക്കും. ഒന്നീ 2m തന്നിരിക്കും, അല്ലെങ്കിൽ m square minus 1 തന്നിരിക്കും, അല്ലെങ്കിൽ m square plus 1 തന്നിരിക്കും. അതിൽ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്കി 2 നമുക്ക്
ട്രിപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ 3 നമ്പേഴ്സ് അല്ലേ, അതിൽ ഒരു നമ്പർ ഏതായിരിക്കും, ബാക്കി 2 നമ്പേഴ്സ് കണ്ടുപിടിക്കാനായിരിക്കും എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് എ പൈതഗോറൻ ട്രിപ്ലെറ്റ് whose one number is 8, 12, 37. അപ്പൊ നോക്കി ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പൈതഗോറൻ ട്രിപ്ലെറ്റ് എഴുതണം. അതിനകത്ത് ഒരു നമ്പർ തന്നിട്ടുണ്ട്, ഏതൊക്കെയാണ്, 8, 12, 36, 37. അപ്പൊ നമുക്ക് ഫസ്റ്റ് അല്ലെ, നമുക്ക് എന്താണ് പൈതഗോറൻ ട്രിപ്ലെറ്റ് എഴുതണം. പൈതഗോറൻ ട്രിപ്ലെറ്റ് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എം എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ, എം എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പൈതഗോറൻ ട്രിപ്ലെറ്റ്സ് ഏതൊക്കെയായിരിക്കും, 2m ആയിരിക്കും, m² - 1 ആയിരിക്കും, m² + 1 ആയിരിക്കും. നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, നിങ്ങൾ ആദ്യമേ നിങ്ങൾക്ക് തെറ്റിപ്പോകരുത്. നിങ്ങൾ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താണ് തന്നിരിക്കുന്നത്, ഫസ്റ്റ് തന്നിരിക്കുന്നത് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പൈതഗോറൻ ട്രിപ്ലെറ്റിലെ ഒരു നമ്പറാണ് 8 എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് അതിന്റെ മീനിങ് എന്താണ്, എം ആണോ 8 തന്നിരിക്കുന്നത്, എം അല്ല 8 തന്നിരിക്കുന്നത്. പൈതഗോറൻ ട്രിപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ 2m ആണ്, m² - 1 ആണ്, m² + 1. അതായത് ഇതിൽ ഒരു നമ്പറാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്, 8 എന്ന് പറഞ്ഞിരിക്കുന്ന നമ്പർ. ഇതിൽ ഒരു നമ്പറാണ് 8 എന്ന് പറഞ്ഞിരിക്കുന്ന നമ്പർ. അപ്പൊ നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഏതാണ് 8 എന്ന് പറഞ്ഞിരിക്കുന്ന നമ്പർ നോക്കുക. ഇത് എളുപ്പമാണ്, ഞാൻ പറഞ്ഞുതരാം. ഒരു നമ്പർ തന്നിരിക്കുന്നത് ഇവനാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഏതായിരിക്കും, 2m ആയിരിക്കും തന്നിരിക്കുന്നത്. ഓക്കെ, നമ്പർ തന്നിരിക്കുന്ന ഇവനാണെങ്കിൽ ഏതായിരിക്കും തന്നിരിക്കുന്നത്, അതായിരിക്കും 2m ആയിരിക്കും. അതിൽ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കാം, നമുക്ക് 2m ആണ് 8 തന്നിരിക്കുന്നത്. നമുക്ക് അടുത്ത കണ്ടുപിടിക്കുന്നത് m² - 1, m² + 1. അതിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, m കണ്ടുപിടിക്കുക. പറഞ്ഞ മനസ്സിലായോ? അതായത് പൈതഗോറൻ ട്രിപ്ലെറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്, 8 ആണ്. പൈതഗോറൻ ട്രിപ്ലെറ്റ് വരുന്നത് ഒന്നീ 2m ആയിരിക്കും, അല്ലെങ്കിൽ m² - 1 ആയിരിക്കും, m² + 1 ആയിരിക്കും. തന്നിരിക്കുന്ന ഇവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നതാണ് 2m. കാരണം 2 × m എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തേ കിട്ടത്തുള്ളൂ, ഇവൻ നമ്പറേ കിട്ടത്തുള്ളൂ. അപ്പൊ തന്നിരിക്കുന്നത് എന്തായിരിക്കും, ഇവൻ നമ്പർ ആയിരിക്കും തന്നിരിക്കുന്നത്. അപ്പൊ ഈ 2m ഇക്വേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് എന്താണ്, ഒരു നമ്പർ ഏതാണെന്ന് കിട്ടി, 8 ആണ് കിട്ടി. 8 എന്ന് പറഞ്ഞാൽ ഏത് നമ്പർ ആയിരിക്കും, നമ്പർ ഇവനായിട്ട് അത് ഏതായിരിക്കും, 2m ആയിരിക്കും. ആ 2m ൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, m കണ്ടുപിടിക്കുക. m കണ്ടുപിടിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത 2 നമ്പേഴ്സ് ഏതൊക്കെയാണ്, m² - 1, m² + 1 അല്ലെ. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി m കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, 8/2 = എത്രയാണ്, 4. കാരണം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ പുറത്തു വരുമ്പോൾ ഡിവിഷൻ ആവും. ഓക്കെ, m = 4. അപ്പൊ അതർ നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും, അതർ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റേതാണ് m² - 1. m² - 1 എങ്ങനെ എഴുതാൻ പറ്റും, 4² - 1 അല്ലെ. 4² എത്രയാണ്, 16 - 1 = എത്രയാണ് കിട്ടും, 15 കിട്ടും. ഓർ എത്രയായിരിക്കും, അടുത്ത നമ്പർ ഏതാണ്, m² + 1 ഏതൊക്കെയായിരിക്കും, 4² + 1 എത്രയാണ് കിട്ടും, 4² എത്രയാണ്, 60 + 1 എത്രയാണ് കിട്ടും, 17 കിട്ടും അല്ലെ. അപ്പൊ ഏതൊക്കെയാണ് നമ്പേഴ്സ്, therefore triplets, പൈതഗോറൻ ട്രിപ്ലെറ്റ്സ് ആ ഏതൊക്കെയാണെന്ന് പറഞ്ഞേ, പൈതഗോറൻ ട്രിപ്ലെറ്റ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ, 8, 15, 17. മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത് 12 എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇത് തന്നിരിക്കുന്നത് എമ്മിന്റെ വാല്യൂ അല്ല തന്നിരിക്കുന്നത്, എമ്മിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. എമ്മിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എമ്മിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഫസ്റ്റ് എന്താണ്, പൈതഗോറൻ ട്രിപ്ലെറ്റ്സ് ഏതൊക്കെയാണ് വരുന്നത്, m എന്ന് പറഞ്ഞ നമ്പറിന്റെ പൈതഗോറൻ ട്രിപ്ലെറ്റ്സ് ഏതൊക്കെയാണ് വരുന്നത്, 2m വരും, m² - 1, m² + 1 എന്ന് വരും അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ m എന്ന് പറയുന്ന നമ്പർ ആദ്യമേ കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന ഇവനാണെന്നുണ്ടെങ്കിൽ ആദ്യം ഏത് ഇക്വേറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്, ആ നമ്പറിനെ 2m ഇക്വേറ്റ് ചെയ്യണം. കാരണം ഇവൻ നമ്പർ ആണെങ്കിൽ 2m എന്തായിരിക്കും, ഇവനായിരിക്കും. 12 = എത്രയായിരിക്കും, 2m ആണ്. therefore m = എത്രയാണ് കിട്ടും, 12/2 = എത്രയാണ് കിട്ടും, 6 എന്ന് കിട്ടും അല്ലെ. ഇനി അതർ നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും, അതർ നമ്പേഴ്സ് ആ ഒന്നെന്ന് പറഞ്ഞാൽ m² - 1 എത്രയാണ് കിട്ടും, 6² - 1 = 36 - 1 = എത്രയാണ് കിട്ടും, 35. m² + 1 എത്രയാണ് കിട്ടും, 6² + 1 = എത്രയാണ് കിട്ടും, 36 + 1 = എത്രയാണ് കിട്ടും, 37 എന്ന് കിട്ടും. അപ്പൊ therefore പൈതഗോറൻ ട്രിപ്ലെറ്റ്സ് ഏതൊക്കെയായിരിക്കും എന്ന് പറഞ്ഞേ, പൈതഗോറൻ ട്രിപ്ലെറ്റ്സ് ആ ഒന്ന് പറഞ്ഞ ഏതൊക്കെയാണ്, പൈതഗോറൻ ട്രിപ്ലെറ്റ്സ് ഒന്ന് പറഞ്ഞ ഏതൊക്കെയാണ്, ഫസ്റ്റ് ഏതൊക്കെയാണ്, 12 അല്ലെ. 6 എഴുതിയിരിക്കരുത് കാരണം 2m ആണ്. 12, അടുത്തത് 35, അടുത്തതാണ് 37. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞേക്കുന്നത്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 37 ആണ് അല്ലെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 37 ആണ്. അപ്പൊ നോക്കി, ഈ 37 എന്ന് പറയുന്നത് ഫസ്റ്റ് ഞാൻ പറഞ്ഞു m എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്, അതിന്റെ പൈതഗോറൻ ട്രിപ്ലെറ്റ്സ് ഏതൊക്കെയാണ്, 2m, m² - 1, m² + 1 ആണ് അല്ലെ. അപ്പൊ ഇവിടെ പൈതഗോറൻ ട്രിപ്ലെറ്റ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, m കണ്ടുപിടിക്കണം. ആ m കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നിരിക്കുന്ന നമ്പർ ഏതാണെന്ന് അറിയണം. ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ ഏതാണ്, 2m ആണോ നോക്കണം. ഇത് ഇവനാണോ, 37 ഇവനാണോ എന്ന് എങ്ങനെയാണ് നോക്കുന്നത്, യൂണിറ്റ് ഡിജിറ്റ് നോക്കുക, 7 ആണ് അല്ലെ. യൂണിറ്റ്
ഡിജിറ്റില് 0, 2, 4, 6, 8 ഈ പറയുന്ന നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് ഇവൻ നമ്പേഴ്സ് ആയിരിക്കും. ഇവിടെ വന്നിരിക്കുന്നത് ഏതാണ്? 7 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവൻ നമ്പർ ആണോ? അല്ല, ഇത് ഓഡ് നമ്പർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? 2m നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റൂല, കാരണം ഇവൻ നമ്പർ അല്ലാത്തതുകൊണ്ട് 2m ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബാക്കി രണ്ട് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നോക്കി, m² - 1 = 37. therefore m² = 38. നമുക്ക് ഇതിന് m കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? ഒരു സ്ക്വയർ ഈക്വൽ ടു ഒരു നമ്പർ m കണ്ടുപിടിക്കണമെങ്കിൽ ഇത് നമുക്ക് സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പൊ നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ m = √38. 38ന്റെ റൂട്ട് ഉണ്ടോ? നമുക്ക് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. 38ന്റെ റൂട്ട് ഉണ്ടോ? അതായത് 38ന്റെ റൂട്ട് ഉണ്ട്. അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ നോക്കുക. ഓക്കെ, 1ന്റെ സ്ക്വയർ 1 അല്ലെ, നമുക്ക് അറിയാവുന്ന. 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25, 6ന്റെ സ്ക്വയർ എത്രയാണ്? 36 ആണ്. 7ന്റെ സ്ക്വയർ 49 ആണ്. അതായത് 36 49 ഇടയിലുള്ള നമ്പറാണ്. അപ്പൊ 38 ഇതെല്ലാം ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ അതിന്റെ സ്ക്വയർ റൂട്ട് നമുക്ക് കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു എന്താ ഇന്റിജർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, എഴുതാൻ പറ്റൂല, അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റൂല. അപ്പൊ നമുക്ക് ഈ നമ്പർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അതായത് m² - 1 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, എടുക്കാൻ പറ്റൂല. നമുക്ക് എടുക്കാൻ പറ്റുന്ന നമ്പർ ഏതാണ്? 2m പോയി m² - 1 പോയി m² + 1 നോക്കാം. m² + 1 36 നോക്കാം. അപ്പൊ m² = എത്രയാണ് കിട്ടും? സോറി 37 നോക്കാം. 37 - 1 = എത്രയാണ് കിട്ടും? 36 കിട്ടണം. അപ്പൊ ഏത് നമ്പറാണോ നമുക്കൊരു ഇന്റിജർ കിട്ടുന്നത് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ കീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ m² = 36. അപ്പൊ m എടുക്കുമ്പോൾ എന്ത് വെച്ചാൽ മതി? ഇതിന്റെ റൂട്ട് എടുക്കുക. റൂട്ട് 36 അറിയാം. റൂട്ട് 36 എത്രയാണ്? 36ന്റെ റൂട്ട് ഏതാണ്? 6 അല്ലേ. അപ്പൊ നമുക്ക് കിട്ടി എമ്മിന്റെ വാല്യൂ എത്രയാണ് കിട്ടി? 6 കിട്ടി. അപ്പം നമുക്ക് ഏതാണ് കിട്ടിയത്? ഇവിടെ ഏതാണ് കിട്ടിയത്? നമുക്ക് നേരത്തെ 2m ആണ് കിട്ടിയത്. ഇപ്പൊ ഇവിടെ ഏതാണ് കിട്ടിയത്? 2m ആണ് കിട്ടിയത് അല്ലേ. 2m ൽ പറ്റൂല, m² - 1 പറ്റൂല. അപ്പൊ m² ആണ് കിട്ടിയത് അല്ലേ. ഇനി ബാക്കി രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? 2m കണ്ടുപിടിക്കണം, m² - 1 കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? 2m കണ്ടുപിടിക്കാം. 2 × 6 = എത്രയാണ് കിട്ടും? 12 എന്ന് കിട്ടും. അടുത്ത ഏത് കണ്ടുപിടിക്കാം? m² - 1 കണ്ടുപിടിക്കാം. m² എത്രയാണ്? 6² - 1 36 - 1 = എത്രയാണ് കിട്ടും? 35. therefore പൈതഗോറസ് ട്രിപ്ലെറ്റ്സ് ഏതൊക്കെയായിരിക്കും? ട്രിപ്ലെറ്റ്സ് പറഞ്ഞോ ഏതൊക്കെയാണ്? 2m അല്ലേ. 2m എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12. അടുത്ത ഏതാണ്? 35. പിന്നെ ഏതാണ്? 37. ഓക്കെ.